Hello, dears. Good morning. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോ. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോൾ ടാരോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ബി പോസിറ്റീവ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ബി പോസിറ്റീവ്. കാർഡുകൾ ഷഫിൾ ചെയ്യുകയാണേ. എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഗൈഡൻസ്? എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്താണ് കാർഡുകൾ എന്താണെന്ന് നോക്കാം. Six of Pentacles. കാർഡ് പിന്നെ എടുത്തോളം നോക്കാം കേട്ടോ. കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 6 of Pentacles, 7 of Cups, 7 of Pentacles, King of Cups, Judgment, 2 of Wands, ബോട്ടം എനർജി വന്നിരിക്കുന്നത് 4 of Wands ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് നേടി അത് എൻജോയ് ചെയ്യുന്നതായിട്ടും, നിങ്ങൾ നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് വന്ന് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു ബന്ധം നിങ്ങളിലേക്ക് എത്തി, അതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ. അപ്പോൾ പലർക്കും ഇന്ന് ചിലർക്കൊക്കെ എന്താണ്, നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടുമുട്ടി ആ ഒരു ഫസ്റ്റ് ലെവലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്, നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, സംസാരിക്കുന്നു, ആ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ്, കല്യാണം ഒക്കെ നോക്കുന്നവർക്ക് ഒരു വിവാഹ നിശ്ചയം, അങ്ങനെയുള്ള രീതിയിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ വീട് നോക്കുന്നവർക്കാണെങ്കിൽ അത് ആ ഒരു സെലിബ്രേഷൻ, ഒരു എൻജോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ഇതും, അതുപോലെ തന്നെ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തപ്പെടുന്നു. ഇങ്ങനെ ഒരു ഉള്ള ഓവറോളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വളരെയധികം സെലിബ്രേഷനുള്ള ഒരു മൂഡിലേക്കാണ് ഓവറോൾ. ഇന്ന് ഒരു സെലിബ്രേഷൻ മൂഡായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അതാണ് ഓവറോൾ എനർജി പറയുന്നത്. ആദ്യത്തെ കാർഡ് 6 of Pentacles ആണ്. ഓക്കെ, 6 of Pentacles എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയം തന്നെ നിങ്ങൾക്ക് എന്താണ്, മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കും എന്താണ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ചാരിറ്റി, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ധനം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും, അതായത് സഹായം ആവശ്യമുള്ള വ്യക്തികളിലേക്കും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് 6 of Pentacles പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചാരിറ്റിയൊക്കെ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്നു, അതായത് നിങ്ങളുള്ള അറിവ് അല്ലെങ്കിൽ ചാരിറ്റി മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നു, അല്ലെങ്കിൽ പണം പകർന്നു നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വെൽത്തായിരിക്കാം, അറിവായിരിക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നു, നിങ്ങൾ ഉള്ളത്. അപ്പോൾ ഇന്നൊരു ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോ അവിടെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് പക്ഷേ നിങ്ങളെന്താണ് വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക. അതായത് നിങ്ങൾ അർഹരായവർക്ക് തന്നെയാണോ കൊടുക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെന്താണ് ജോലി സ്ഥലത്തൊക്കെ ഇന്ന് മറ്റുള്ളവരായിട്ട് വളരെയധികം എന്താണ് നല്ലൊരു രീതിയിൽ അവരോട് പെരുമാറുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു പല കാര്യങ്ങളും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുകൂടെയാണ് 6 of Pentacles ഇവിടെ പറയുന്നത്.
തൊണ്ടവേദനയാണ്, അതുകൊണ്ട് ശബ്ദം കുറവായിരിക്കും കേട്ടോ. അടുത്ത 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവസരങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചോയ്സസ്, അതായത് കുറേ ചോയ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളിപ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജോലി സ്ഥലത്ത്, അതായത് പോകണോ ലീവ് എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മാറ്റി വെച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതും 7 ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചോയ്സസ് നിങ്ങൾ ഇന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലേതാണ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു ഇല്യൂഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ത് സെലക്ട് ചെയ്യും, ഏത് സെലക്ട് ചെയ്യും എന്നുള്ള ഒരു ഇത്, പിന്നെ നല്ല, അതായത് ശരിക്കുമുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും നിങ്ങൾ ഒരു ഇല്യൂഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ എന്താണ് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ഡേ ഡ്രീമിങ്, അതായത് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും അവർക്ക് പലതും ചെയ്യാൻ തോന്നുന്നുണ്ടാവും, പല കാര്യങ്ങൾ, പക്ഷേ അത് ഡ്രീമിങ് മാത്രമാണ്, അത് ഡ്രീം ചെയ്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതും ഉണ്ട്. പിന്നെ എന്താണ് ചിലർക്കൊക്കെ പല കാര്യങ്ങളും വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വീട്ടിലേക്കുള്ള പല സാധനങ്ങളായിരിക്കാം, നമ്മളിപ്പോൾ വീട്ടിലേക്ക് 1-2 ആയിരിക്കില്ല, ചിലപ്പോൾ ഒരുമിച്ചുള്ള പർച്ചേസ് നടത്തുന്നുണ്ടാകും. അപ്പോൾ പല കാര്യങ്ങളും വാങ്ങുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു വെഞ്ചർ തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കാം. പിന്നെ വേറെന്താണ് ബിസിനസ് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയിരിക്കാം. പിന്നെ ക്ഷേത്രകാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നതായിരിക്കാം. ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങൾ, വീട്, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് എത്താൻ ചോയ്സസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പലതും പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 7 ഓഫ് കപ്സിൽ കാണിക്കുന്നു. ഓക്കെ, അടുത്തത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം പേഷ്യൻസ് ആവശ്യമാണ്. ഓക്കെ, നിങ്ങളിലേക്ക് വിജയം വരുന്നുണ്ട്, പക്ഷേ അത് സ്ലോ ആയിട്ടാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തി ഇവിടെ വളരെയധികം ക്ഷമയോടെ അല്ലെങ്കിൽ നോക്കിയിരിക്കുന്നതാണ്. നിങ്ങളൊരു വിത്തിട്ടിട്ടുണ്ട്, അതിൻ്റെ വിളവെടുപ്പിനായിട്ട് നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ്. അതായത് പക്ഷേ അത് ലോങ് ടേം ആയിട്ടുള്ള വ്യൂ ആണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ലോങ് ടേം ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഒരു ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട്. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് വിജയം പതുക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റു മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, മറ്റു മേഖലകളിൽ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ അല്ലെങ്കിൽ നിങ്ങളെന്താണ് ആ ഒരു ഇതിൽ നിന്നും മാറി ആ ഒരു ക്ഷമയില്ലായ്മ തോന്നാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള റിസൾട്ട് വരാനുണ്ട്, നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നിക്ഷേപം നടത്തിയവർക്കൊക്കെ ആണെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആ ഒരു വെയിറ്റിംഗ് കേട്ട് അതിലേക്കുള്ള റിസൾട്ട് വരാനുള്ള അടുത്ത ഘട്ടത്തിലേക്കാണ്. അതിനും നിങ്ങൾ ക്ഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു, ഇവിടെ നിന്ന് ഇംപേഷ്യൻസ് കാണിക്കരുത്, ക്ഷമിക്കണം. ആ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നുണ്ട്. അത് നിങ്ങൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ്. നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫിനാൻസാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതാണ് 7 ഓഫ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു അക്ഷമയൊക്കെ ഫീൽ ചെയ്യാൻ, ഒരു ഇംപേഷ്യൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുക, റിസൾട്ട് വരാനാവുന്നതേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പിന്നെ വളരെയധികം ഇന്ന് ഹാർഡ് വർക്കിംഗ് ആയിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം മറ്റുള്ള ദിവസങ്ങളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ടും
കാണുന്നുണ്ട്. ചിലരൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതായിട്ടും പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലൊക്കെ നിങ്ങൾ നിക്ഷേപിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് കിങ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളിന്ന് വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് കാണുന്നു, ഇമോഷണലി വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് കാണുന്നു. മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾ പെരുമാറുകയും ചെയ്യുന്നു. വളരെയധികം കൺട്രോൾഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യത്തിനെയും അതിൻ്റെ ആ ഒരു എന്താണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുകയും അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയും മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെയധികം കൺട്രോൾഡ് ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും മറ്റുള്ളവരെ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഇന്ന് നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. വളരെയധികം എമ്പത്തറ്റിക് ആയിരിക്കും ഇന്ന്. ഓക്കെ, വികാരങ്ങളെ, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാണ് ഇവിടെ കിങ് ഓഫ് കപ്സ് പറയുന്നത്. അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് ഇവിടെ പറയുന്നത് അതായത് ഒരു ആത്മപരിശോധന, റീബർത്ത്, അവേക്കനിങ് കോൾ, ഇതാണ്. അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നതായിട്ടും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നു. പഴയത് മാറ്റിയിട്ട് പഴയത് മറന്നിട്ട് അല്ലെങ്കിൽ അതിനെ വിട്ട് കൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പുതിയതിലേക്ക് കടക്കുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഈ കാർഡ് മറിച്ച് വെക്കേണ്ടതാണ്. അതാണ് കാണുന്നില്ല, ഇത് ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ, ജഡ്ജ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ അതായത് ചിലപ്പോൾ ഇന്ന് കോടതി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഇടപെടേണ്ടതായിട്ടും വരുന്നുണ്ട്. കോടതി കേസ് സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം, പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളിലേക്കൊരു തീരുമാനം വരുന്നു, അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നിങ്ങൾക്ക് ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട്, ഇവിടെ ഇത് സെയിം തന്നെയാണ് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും നിങ്ങൾക്ക്. കുറേ പർച്ചേസ്, അതായത് എന്തൊക്കെയോ നിങ്ങൾ എന്താണ് ഓൺലൈനായിട്ട് ഒരു സൈറ്റിൽ കയറുന്നു, അതും ഇതൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതായിട്ടും ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ തോന്നും നിങ്ങൾക്ക്. അത് ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ രണ്ടിലും അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് ഇന്ന് ഒട്ടുമിക്കതും മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് തോന്നുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം പർച്ചേസ് ചെയ്യുക. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ അതായത് ഇപ്പോൾ ഉള്ള ഒരു ബന്ധത്തിൽ നിന്ന് അതൊരു പുതിയ, അതായത് പഴയത് മറന്ന് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുന്നു, ഒരു മാറ്റി ചിന്തിക്കുന്നു, ഒരു മാറ്റം ചിന്തകൾ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ വളരെയധികം കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു വിമർശന സ്വഭാവം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും വിമർശിക്കുന്നതായിട്ടും ഒരു വിമർശന സ്വഭാവം ഉള്ളതായിട്ടും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് എന്താണ് ചില നേർച്ചകൾ അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ക്ഷേത്ര സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പള്ളിയിലോ ഇങ്ങനെ നേർച്ചയൊക്കെ വെക്കൂലേ. അതായത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം ജീവിതത്തിൽ. ആ ഒരു സമയത്ത് നിങ്ങളൊരു നേർച്ച നേരുമല്ലോ, ഇന്നത് കിട്ടിയാൽ ഇന്നത് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ചെയ്യാമെന്നോ, ആ ഒരു എന്താണ് അമ്പലത്തിൽ പോവാമെന്നോ തുലാഭാരം കഴിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാമെന്നോ അങ്ങനെ എണ്ണ കൊടുക്കാമെന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും ആവാനുള്ള ഒരു ഇന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതായിട്ടും അത് ചെയ്യേണ്ടതായിട്ടുള്ളതും ഓർമ്മ വരുന്നതായിട്ടും ചെയ്യാൻ പോകുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ഓർമ്മപ്പെടുത്തലായിട്ടും ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ
ടു ഓഫ് വൺസ് ആണ്. അതായത് നിങ്ങളുടെ ഒരു പാഷൻ കണ്ടെത്തി നിങ്ങൾ അതിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, പാഷനെ കണ്ടെത്തി നിങ്ങൾ അതിലേക്ക് പോകാൻ നോക്കുന്നു, പ്ലാനിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിലുള്ള പ്രോഗ്രസ്, പിന്നെ ഡിസിഷൻസ്, അതിലേക്കുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങളെടുക്കും. നിങ്ങളിലേക്ക് ഒരു അവസരം വന്നു, അതിലേക്കുള്ള പ്രോഗ്രസ് ആണ്, പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്ലാൻ, ചെറിയൊരു ട്രിപ്പ്, ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കരിയറിലൊക്കെ ആണെങ്കിൽ കരിയറിൽ നിങ്ങൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്ലാനിങ്, അത് പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ആ പ്ലാനിങ് നോക്കുന്നു എന്നുള്ളതും. പിന്നെ ഫിനാൻഷ്യലി വളരെ നല്ല ഒരു സമയമാണെന്നും പറയുന്നു. അതുപോലെ തന്നെ